ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഗ്യാപ്പ് വന്നു, എന്നാലും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് അടിച്ച് പതപ്പിക്കൊന്നും വേണ്ട, ആ പഞ്ചസാര ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് റൈസ് ഫ്ലോറാണ് ഇട്ട് കൊടുത്തത്. നമ്മൾ പത്തിരിപ്പൊടി ആണ് യൂസ് ചെയ്തത്. പത്തിരിപ്പൊടി, നൈസ് പത്തിരിപ്പൊടി ഉണ്ടല്ലോ അത്. അതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസാവാനും ഒരുപാട് തിക്കാവാനും പാടില്ല. പൊടിയുടെ അളവിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ പൊടിയുടെ ബ്രാൻഡിനനുസരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന തേങ്ങാപ്പാലിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. ഞാനിവിടെ 2 കപ്പാണ് എടുത്തത്. അപ്പോൾ അത് കറക്റ്റ് അളവായിരുന്നു. ഇനി ഇത് നമുക്ക് നല്ല തിളച്ച എണ്ണയിലോട്ട് ഇതുപോലെ ഒന്ന് കോരി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് റെഡി. അതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഇട്ട ഉടനെ നമ്മൾ തവി വെച്ച് ഇളക്കി കൊടുക്കാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പലഹാരം തന്നെയാണ്. എല്ലാവരും മടി കൂടാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. കുറഞ്ഞ ചേരുവകൾ മാത്രമല്ലേ വേണ്ടൂ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയായിരിക്കും. അവർ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഞാനിതാ ഇവിടെ 2-3 സെറ്റ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുമ്പേ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ. നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ. ഞാനിത് ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള പലഹാരം തന്നെയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. പുതിയ വീഡിയോസ് റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.